ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നോമ്പിൻ്റെ വിശേഷങ്ങളുമായാണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും റമദാൻ കരീം. ആദ്യത്തെ നോമ്പിൻ്റെ ഒരു ദിവസവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 3 മണി 3:30 ആകുമ്പോഴാണ് പണി സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് പത്തിരിയാണ് സ്പെഷ്യൽ. നോമ്പിന് മിക്ക ദിവസം പത്തിരി തന്നെ ആവും കേട്ടോ. 1-2 ദിവസമൊക്കെ ഇടവിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കലാണ്, കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കലില്ല. അപ്പോൾ ഇവിടെ പത്തിരി നന്നായിട്ട് പൊടി വാട്ടിയിട്ട് കുഴക്കുകയാണ്. അതിനിടയിൽ ഞാൻ കറിക്കൊക്കെ ആവശ്യമുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക് അതൊക്കെ ആവശ്യമുള്ളതൊക്കെ കട്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യും. അപ്പോൾ അതൊക്കെ റെഡി ആയതിന് ശേഷം പത്തിരി പരത്തി വേഗം ചുടാമെന്ന് വിചാരിച്ച്, കാരണം സമയം പെട്ടെന്ന് തന്നെ ഉച്ചയ്ക്ക് ശേഷം പോണ കാരണം വേഗം പത്തിരി റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പത്തിരി സ്പീഡാക്കുന്നുണ്ട്. അതിനിടയിൽ ചുടാനും നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഞങ്ങൾ 4 ആളായതുകൊണ്ട് തന്നെ അധികം ആവശ്യം ഉണ്ടാവില്ല. അങ്ങനെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കലുള്ളൂ പത്തിരിയൊക്കെ, അല്ലെങ്കിൽ വെറുതെ വേസ്റ്റായി പോകുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൂടുതലായിട്ട് ഞാൻ ഉണ്ടാക്കലില്ല. അപ്പോൾ പത്തിരിയൊക്കെ ചുട്ട് കഴിഞ്ഞു. ഇനി പത്തിരിൻ്റെ കൂടെ ഇന്ന് പത്തിരിക്ക് വറുത്തരച്ച കോഴിക്കറിയാണ്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എല്ലാതും ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഉരുളൻകിഴങ്ങും എല്ലാം ചിക്കനിലേക്ക് ഇട്ടിട്ട് തക്കാളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചിട്ടാണ് ഇന്ന് കറി വെക്കുന്നത്. എന്നാലും അതിനൊരു റിയൽ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ വാട്ടി വെക്കുമ്പോൾ ഉള്ള ഡിഫറൻറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒക്കെ 2 ഡിഫറൻ്റാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ സാധാരണ ഉണ്ടാക്കലുള്ളത്. അപ്പോൾ ചിക്കൻ കറിയിലേക്കുള്ള ഏകദേശം എല്ലാം സെറ്റായി. ഇനി ഇതിലേക്ക് പൗഡേഴ്സ് മാത്രമേ ചേർക്കാനുള്ളൂ. ഒരു 2.5 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അത്യാവശ്യം എരിവിന് വേണ്ടിയിട്ട്. പിന്നെ 1.5 ടീസ്പൂണ് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, മല്ലിപ്പൊടി ഒരു കട്ടിയൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞങ്ങളിവിടെ കല്ലുപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് ഇത് വേവാനുള്ള ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇത് വേവിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള വറുത്തരക്കാനുള്ള വറവ് റെഡിയാക്കാം. അതിനാവശ്യമായ തേങ്ങ, ചെറിയ ഉള്ളി, കറിവേപ്പിൻ്റെ ഇല, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം ആണ് വറുക്കാനുള്ള ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ടൊരു യെല്ലോ ഗോൾഡൻ കളർ ആവണ വരെ നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ അത് റെഡിയാവണ സമയം കൊണ്ട് നമുക്ക് ഇവിടെ തരിക്കഞ്ഞി എന്നാണ് പറയുക, റവ കൊണ്ടുള്ള ഒരു പായസം പോലത്തെ ഒരു ഡ്രിങ്കാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയാമെന്നറിയില്ല. അതിവിടെ റെഡിയാക്കുന്നുണ്ട്. ഇൻഷാ അള്ളാ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നെ വേറെ വീഡിയോ ആക്കി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ ഇടയിൽ റെഡിയാക്കുന്ന നല്ല ചൂടായതുകൊണ്ട് തന്നെ വത്തക്ക വെള്ളം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു 1/2 ഭാഗം വത്തക്കനെ എടുക്കണം കേട്ടോ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ ചൂട് സമയത്ത് വെള്ളം കൂടുതലായിട്ടുള്ള ഡ്രിങ്ക്സും പിന്നെ റിഫ്രഷ്മെൻ്റൊക്കെ ആയിട്ടുള്ള ഡ്രിങ്ക്സൊക്കെ യൂസ് ചെയ്യുകയാണ് ഒന്നും കൂടി ബെറ്റർ. കാരണം ഇങ്ങനെയൊക്കെ ഫ്രൂട്ട്സ് ഐറ്റംസ് ആകുമ്പോൾ നമുക്ക് ഒന്നും കൂടി ബോഡി ഹീറ്റ് ആവണേന്ന് കുറച്ചൊക്കെ ഒരു ഇത് കിട്ടും. പിന്നെ റീഹൈഡ്രേഷനൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഡ്രിങ്ക്സ് കുടിക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിന്നിവിടെ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന വത്തക്ക വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. എക്സ്ട്രാ പായസം ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇങ്ങനെ ആക്കാമെന്ന് വെച്ചാൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ കുറച്ച് ഷുഗർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഓപ്ഷണലാണ് കേട്ടോ. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം ഇത് ചേർത്താൽ മതി, അല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്ത് പോവാം. ഇനി വേണ്ടത് ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. കുറച്ച് നേരം തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇത് കുറച്ചൊരു തണുപ്പോട് കൂടിയിട്ട് സെർവ് ചെയ്യുമ്പോഴാണ് കേട്ടോ ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റ്. ഇനി നമുക്ക് നമ്മൾ പൊരിക്കടിയാണ് റെഡിയാക്കാനുള്ളത്. ഇത് ലാസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. കാരണം ഇത് ചൂടാറാതെ ഇതിൻ്റെ ഒരു ക്രിസ്പിനെസ് ഒന്നും പോവാതെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ലാസ്റ്റാണ് ഞങ്ങൾ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്നിവിടെ ഞങ്ങൾ പച്ചക്കായയും അതേപോലെ മുളകാണ് ഉണ്ടാക്കുന്നത്. ആ 2 ബജിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ചൂടാറി അത് അരച്ചിട്ട് നമ്മൾ കറിയിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കറിൻ്റെ സ്റ്റെപ്സൊക്കെ കഴിഞ്ഞു. ഇതാണ് ഫൈനൽ ലുക്ക്. നന്നായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബജ്ജും ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സമയം ഇവിടെ ഏകദേശം ബാങ്ക് കൊടുക്കാനൊക്കെ ഉള്ള ഏകദേശം സമയം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് മെയിനായിട്ടുള്ളത് നന്നാരി സർവത്താണ്. അത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
അപ്പോൾ നോമ്പ് തുറക്കാനുള്ള ഏകദേശം എല്ലാ പ്രിപ്പറേഷനും തുടങ്ങാൻ വേണ്ടിയിട്ട് എല്ലാതും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈത്തപ്പഴവും ഫ്രൂട്ട്സും എല്ലാതും നമ്മൾ ടേബിളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളും ഒരുക്കങ്ങളുമായിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.